ഗായ്സ്, ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന പ്രൊഡക്റ്റാണ് ചാർക്കോൾ പീൽ ഓഫ് മാസ്ക്. ഇത് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇതിൻ്റെ റിവ്യൂ കൂടി ഞാൻ പറയാമെന്ന് വിചാരിച്ചത്. പിന്നെ നമ്മുടെ മുഖത്തെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യാനുള്ള നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മൂൺ സ്റ്റാറിൻ്റെ ഒലിവ് ചാർക്കോൾ പീൽ ഓഫ് മാസ്ക് ആണ് കേട്ടോ. എനിക്കിത് വളരെയേറെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാനിത് ഷോപ്പിൽ പോയിട്ടാട്ടോ മേടിച്ചത്. പിന്നെ ഇതിൽ എഴുതിയിരിക്കുന്ന റേറ്റ് 199 രൂപയാണെങ്കിലും എനിക്കിത് 100 രൂപയ്ക്ക് കിട്ടി കേട്ടോ. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മുഖം നല്ലപോലെ വാഷ് ചെയ്യണം കേട്ടോ. വാഷ് ചെയ്താൽ മാത്രം പോരാ, മുഖം നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം മാത്രമേ മാസ്ക് ഇടാൻ പാടുള്ളൂ. മുഖത്ത് ഒരു തരത്തിലുള്ള മേക്കപ്പ് ഇടാൻ പാടില്ല കേട്ടോ. പിന്നെ എങ്ങനെയുണ്ട് മീശ വരച്ചപ്പോൾ എന്നെ കാണാൻ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് കുറച്ചൊന്ന് സ്പീഡിൽ പോവാം അല്ലേ. മുഖം നല്ലപോലെ ക്ലിയർ ആയിട്ട് ഇരിക്കണം കേട്ടോ തേക്കുമ്പോൾ. പിന്നെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒഴിവാക്കേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ കണ്ണും ചെവിയുടെ സൈഡുമാണ് കേട്ടോ. അഥവാ മാസ്ക് കണ്ണിൽ പ്രവേശിക്കുകയാണെങ്കിൽ തന്നെ വെള്ളം ഉപയോഗിച്ച് നന്നായി തന്നെ കണ്ണ് വാഷ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അങ്ങനെ ഞാൻ അതിനെ നല്ലപോലെ ഞെക്കി പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ അതിനെ ഞെക്കി പിഴിഞ്ഞെടുത്തിട്ട് നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കഴിയാനായിരുന്നു കേട്ടോ സാധനം. എന്നാലും ഞാൻ നല്ലപോലെ മാക്സിമം ഞാൻ ഞെക്കി പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അതേപോലെ കണ്ണിന് ചുറ്റും ഞാൻ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചെവിയുടെ സൈഡും അതേപോലെ പുരുകവും ഞാൻ ഇടുന്നില്ല കേട്ടോ മാസ്ക്. പിന്നെ എന്നെ കാണുമ്പോൾ എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ. അതുപോലെ ഞാൻ മൂക്കിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അവിടെ കുറച്ചധികം ഡെഡ് സെൽസ് ഉണ്ടാവാനുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. എല്ലാവർക്കും അവിടെയാണ് കൂടുതൽ ഡെഡ് സെൽസ് ഉണ്ടാവുക എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കണേ. കട്ടിയിൽ ഇട്ട് കൊടുത്തതിൻ്റെ ആവശ്യം കുറച്ചൊന്ന് കൂടിപ്പോയിട്ടോ. എൻ്റെ ചുണ്ടിലേക്കൊക്കെ അത് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഞാൻ തോണ്ടിയെടുത്ത് പിന്നെ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇത് പറിക്കുമ്പോൾ ഉള്ള അവസ്ഥ നിങ്ങൾക്കത് കാണാം കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ മുഖത്ത് മാസ്ക് ഇട്ട് തീർന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ മാസ്ക് തീർന്നു എന്നല്ല, ഞാൻ അതിനെ ഞെക്കി കൊന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ ഞാൻ അതിനെ ഞെക്കി പിഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുത്ത് ഞാൻ അടുക്കളയ്ക്കൊന്ന് വെള്ളം കുടിക്കാൻ പോയിട്ടോ. വെള്ളം കുടിക്കാൻ പോയപ്പോൾ വെള്ളം കുടിച്ച് തിരിച്ചിറങ്ങുമ്പോഴാണ് അമ്മ അടുക്കളയ്ക്ക് കയറി വരുന്നത്. അങ്ങനെ അമ്മ എന്നെ കണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഞെട്ടി. ഞാൻ അവിടുന്ന് മെല്ലെ ഒന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും തേപ്പ് പണിയുടെ അവസാനമാവാനായിട്ടോ. ഇതാണ് എൻ്റെ തേച്ച് കൊടുത്തിട്ടുള്ള ഫൈനൽ ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ട്? എനിക്ക് എന്നെ തന്നെ കാണുമ്പോൾ ഒരു കരിപിടിച്ച തത്തമ്മ ആ ലുക്കാണ് കേട്ടോ ഓർമ്മ വരുന്നത്. എന്തായാലും തേച്ച് കൊടുത്തിട്ടുള്ള ഫൈനൽ ലുക്കായി. ഇനി കുറച്ച് പ്രഹസനവും പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ ആവല്ലേ. അങ്ങനെ ഞാൻ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. ഏട്ടാ അത് കൊളാക്കി തന്നു. അങ്ങനെ ഞാനൊരു 20 മിനിറ്റ്സ് ഇരുന്നപ്പോഴേക്കും എൻ്റെ നല്ല പോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഞാൻ കുറച്ചൊരു ആവേശത്തിൽ എനിക്ക് കുറച്ച് പൊരിച്ചിൽ കൂടുതലാണ്. അപ്പം ഞാനൊന്ന് തൊട്ട് നോക്കിയപ്പോൾ അവിടെയൊക്കെ പോന്നിട്ടുണ്ട്. അതൊന്നും കാര്യക്കണ്ട. പക്ഷെ നല്ല പോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. 20 മിനിറ്റ്സ് ഞാൻ ഇരുന്നിട്ടുള്ളൂ. നമുക്ക് മെല്ലെ താഴ്ന്ന് വേണം കേട്ടോ വലിക്കാൻ. താഴ്ന്ന് വലിച്ചു തുടങ്ങണേ. നിങ്ങൾക്ക് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ മെല്ലെ അടർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ശരിക്കും ആ ഷേപ്പിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ അടർത്തി കൊടുക്കുന്നത്. നിങ്ങൾ മെല്ലെ ഓരോ സൈഡും ഇങ്ങനെ വലിച്ച് വന്നാൽ മതി. ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മെല്ലെ അടർത്തി കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ മുഖം നല്ലപോലെ ഉണങ്ങി എന്നുള്ളത് നമുക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവല്ലോ. അല്ലെങ്കിൽ നമ്മളൊന്ന് തൊട്ട് നോക്കിയാൽ മതി, അപ്പോഴും മനസ്സിലാവും. അതുപോലെ തന്നെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് മാത്രമേ വരയ്ക്കാൻ പാടൂ. അതേ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം അല്ലാണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. എനിക്ക് വലിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു മനസ്സിനൊരു സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. കാരണം നല്ല പോലെ മുഖത്തിന് നല്ലൊരു ഗ്ലോ തന്നെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ മുഖം. പിന്നെ നല്ല പോലെ വേദനിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല പോലെ വേദനിക്കുന്നുണ്ട്. കാരണം എന്താ അറിയോ, എൻ്റെ ആ ചെവിയുടെ സൈഡിലുള്ള മുടി അതിൽ കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉണക്കുമ്പോഴാണോ എപ്പോഴാണെന്ന് അറിയില്ല, കുറച്ച് മുടി അതിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ വലിക്കുമ്പോൾ നല്ല വേദന ഉണ്ട്. അതേപോലെ തന്നെ എൻ്റെ മുഖത്ത് കുഞ്ഞു രോമങ്ങളില്ലേ, അത് നല്ല പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല വേദന ഉണ്ട്. അതിൻ്റെ മുഖം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഏട്ടൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, വല്ലാണ്ട് വേദന കാണിക്കരുത് എന്ന്.
എനിക്ക് വേദന കാണിക്കാതിരിക്കാൻ പറ്റണില്ല കേട്ടോ, കാരണം നല്ല പോലെ വേദനിക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ, അതിൽ ചെറിയ ചെറിയ ഈ ചെവിയുടെ സൈഡിലുള്ള കുഞ്ഞു കുഞ്ഞു ഹെയർസ് ഇല്ലേ, അതൊക്കെ നല്ല പോലെ തന്നെ അതിൽ പറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ മുഖത്ത് നല്ല കുഞ്ഞു കുഞ്ഞു രോമങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ട് അതൊന്നും നല്ല വേദന ഉണ്ട്. പക്ഷെ റിസൾട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഈ ചെറിയ ചെറിയ ഹെയറും ഒക്കെ അതിൻ്റെ കൂടെ പോരുന്നുണ്ട്. എൻ്റെ മുഖത്താണെങ്കിൽ നല്ല പോലെ ഡെഡ് സെൽസ് വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ പോരുമ്പം നല്ലൊരു സമാധാനം കിട്ടുന്നുണ്ട് മനസ്സിന്. പക്ഷെ എനിക്ക് വേദന നല്ല പോലെ ഉണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഒരു മനസ്സിനൊരു സന്തോഷം തോന്നുന്നുണ്ട് മുഖം കാണുമ്പോൾ. ഒരു അടിപൊളി നല്ല ഗ്ലോ തന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഗ്ലോയും പെർഫെക്റ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. വേദനിച്ച് എൻ്റെ കണ്ണിക്കൂടെയൊക്കെ വെള്ളം വരാൻ തുടങ്ങിയിട്ടോ. പക്ഷെ ഞാൻ അതൊന്നും കാര്യമാക്കണില്ല. ഞാൻ എന്തായാലും നല്ലപോലെ വലിക്കണ്ടേ, ഇത് വലിച്ചല്ലേ പറ്റൂ. അപ്പം അതുകൊണ്ട് നല്ലപോലെ വലിക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് ഭയങ്കര ഒരു മനസ്സിനൊരു സന്തോഷം തോന്നി കേട്ടോ. റിസൾട്ട് ഇത്രയും അടിപൊളിയാവുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ഭയങ്കരമായിട്ട് ഞാൻ നല്ല കട്ടിയിൽ ഇട്ട് കൊടുത്തോണ്ട് തന്നെ, ഞാൻ അങ്ങനെ കട്ടിയിൽ ഇട്ട് കൊടുക്കാറില്ല. പക്ഷേ ഇത്ര കട്ടിയിൽ ഇട്ട് കൊടുത്താൽ ഇത്രയും വേദനിക്കുന്നു എനിക്ക് അറിയില്ലേന്നു. ഞാൻ നല്ലപോലെ ഇട്ട് കൊടുത്തു, അതാണ് പ്രശ്നമായത് തോന്നുന്നു. പക്ഷെ എനിക്ക് കണ്ടില്ലേ, എൻ്റെ മുഖം ഭയങ്കരമായിട്ടും എനിക്കൊരു മനസ്സിനൊരു കുളിർമ വന്നിട്ടുണ്ട്. എന്താ എൻ്റെ മുഖം നല്ലപോലെ അത്രയും അഴുക്ക് പിടിച്ചിരിക്കുന്നു കേട്ടോ. നല്ല എണ്ണമെഴുക്കും ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ മുഖത്ത്. വാഷ് ചെയ്തിട്ടും പിന്നെയും മുഖത്ത് നല്ലപോലെ എണ്ണമെഴുക്ക് പൊന്തി വരില്ലേ, അതേപോലെ എൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ ഒരു ഓയിലി സ്കിന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ എടുത്തപ്പോൾ ഭയങ്കര ഒരു ആശ്വാസം കിട്ടിട്ടോ. എന്തായാലും എൻ്റെ മുഖം കാണുമ്പോൾ മനസ്സിലാവില്ല സന്തോഷം. മൂക്കിൻ്റെ കുറച്ചിരിക്കണ്ട, അത് പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിൽ കണ്ടില്ലേ ചെറിയ ചെറിയ രോമങ്ങൾ എത്രത്തോളം സൂമായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ മാക്സിമം കാണിച്ചു തരാൻ നോക്കുന്നുണ്ട്. അതിൽ നല്ല പോലെ ഈ കുഞ്ഞു കുഞ്ഞു രോമങ്ങളും അതേപോലെ ഡെഡ് സെൽസും ഒക്കെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മുഖത്ത് എത്രയും ഉണ്ടാകുന്നുള്ളത് ഞാൻ തന്നെ അത് നോക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു ബാധില്ല, ലജ്ജ തോന്നുന്നു എൻ്റെ മുഖത്ത്. അങ്ങനെ ഞാൻ ഫൈനലായിട്ട് നന്നായിട്ട് മുഖം വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. വാഷ് ചെയ്ത് വന്ന് നന്നായിട്ട് തന്നെ ഞാൻ ഉപ്പുന്നുണ്ട്, മുഖം നല്ല പോലെ ഉപ്പുന്നുണ്ട്, മുഖത്തെ വെള്ളം നനവൊക്കെ ഒപ്പിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. കാണുമ്പോൾ മനസ്സിലാവണില്ലേ, മുഖം നല്ല പോലെ ബ്രൈറ്റ് ആയിട്ടില്ലേ, നല്ലൊരു ഗ്ലോ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലവ് യു ആൻഡ് ബൈ.